ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാരി ബർട്ട് ആരോഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഡിസംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്ന് നമുക്ക് നോക്കാം. സോ ഇന്ന് നമ്മൾക്ക് ഡിസംബർ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ നമ്മൾക്ക് ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 3 ഓഫ് പെൻറ്റിക്കിൾ, വേൾഡ് കാർഡ്, പേജ് ഓഫ് സോഡ്, ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട്, ഹാങ്ഡ് മാൻ, ചാരിയറ്റ്, ഈസ് ഓഫ് പെൻറ്റിക്കിൾ, മജീഷ്യൻ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് 3333 333 ഏഞ്ചൽ നമ്പേഴ്സും 1111 ഏഞ്ചൽ നമ്പേഴ്സുമാണ് നിങ്ങൾ ഡിസംബർ മാസത്തിൽ കൂടുതലായിട്ടും കാണാൻ പോകുന്നത്. അതൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന നമ്പർ തന്നെയാണ്. 3 ഒരു സെലിബ്രേഷനെയും കൂടി സൂചിപ്പിക്കുന്ന നമ്പറാണ്. ഓക്കെ, 1111 എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തെയും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു മെസ്സേജ് കൂടിയാണ്. അതേപോലെ തന്നെ ഒരു സൈക്കിൾ എൻഡായതിനു ശേഷം പുതിയൊരു കാര്യം തുടങ്ങാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടും ഈ ഒരു 1111 പാറ്റേൺ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ ഒരു ഡിസംബർ മുതൽ അടുത്ത ഡിസംബർ വരെയും നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഏറ്റവും നല്ലൊരു സമയം എന്ന് തന്നെ പറയാം. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയുണ്ടാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഡിസംബർ മാസത്തെ റീഡിംഗ് ആണെങ്കിലും അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് ഡിസംബറിൽ തുടങ്ങി ഒരു വർഷം ഡിസംബറിൽ തുടങ്ങി ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ ക്യാഷ് ബേസ് സ്റ്റെബിലിറ്റി, മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ്, ഒരു ഫാമിലി ആകാൻ പറ്റുന്ന അങ്ങനെ ഒരു എല്ലാ കാര്യത്തിൻ്റെയും ഒരു പുതിയ തുടക്കം തുടങ്ങാൻ പറ്റുന്ന, ജീവിതത്തിൻ്റെ തന്നെ ഒരു വഴിത്തിരിവ് എന്ന രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഒരു ജോലിക്കായിക്കോട്ടെ, ട്രാവൽ ചെയ്യാനും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും, ബിസിനസ്സിലൊക്കെ ഒരു ഉയർച്ച, ജോലിയിലൊരു മാറ്റമോ ഒരു പ്രൊമോഷനോ, അങ്ങനെ ഒരു എക്സാം പാസ്സാവുക, അങ്ങനെ തുടങ്ങി സാമ്പത്തികപരമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരാനും, സ്റ്റേബിളാകാൻ ഓഫ് കോഴ്സ് ക്യാഷ് വേണം അല്ലേ. സോ അത് നിങ്ങൾക്ക് പോസിബിളാകും. പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടാൻ പോകുന്നു. ഡിസംബറിൽ തുടങ്ങുന്നു എന്നതാണ്. ഓക്കെ, ഡിസംബറിൽ തന്നെ ഇതെല്ലാം നടക്കുന്നു എന്നല്ല ഈ കാഴ്ചയിൽ കാണിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. അതേപോലെ തന്നെ കർമ്മ ഇപ്പോഴും ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടില്ല. സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ആ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി ഞാൻ ഷഫിൾ ചെയ്യുന്ന സമയത്തും ഡബിൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീണില്ല. സോ ആ ഒരു നെഗറ്റീവ് എനർജി ഇപ്പോഴും നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. സോ ഡിസംബറിൽ തുടങ്ങി അതിനൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഡിസംബർ വരെയും ഒരു വർഷം സമയം തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഫസ്റ്റ് തന്നെ 3 ഓഫ് പെൻറ്റിക്കിളാണ് കിട്ടിയിട്ടുള്ളത്. ഒരു വീട് വാങ്ങാനോ, വസ്തു വാങ്ങാനോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ, സ്വന്തമായിട്ടൊരു കരിയർ ഒറ്റയ്ക്ക് നിന്ന് പോരാടി വരാനും പാർട്ട്ണർഷിപ്പിലും നല്ലതാണ് എന്നത് തന്നെ കാണിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, ഒരു ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നത്, കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ, ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അത് ഉടനെ തന്നെ നടക്കും. അതിനൊരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു അതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടില്ല. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇവിടെ കർമ്മഫലം അല്ലെങ്കിൽ ആ ഒരു കർമ്മ ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ജന്മത്തിൽ ചെയ്തതാവണം എന്നില്ല, മുൻ ജന്മത്തിൽ എന്തെങ്കിലും കർമ്മയായിരിക്കാം ഇപ്പോഴും നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അത് മാറാൻ പോകുന്നു എന്നതാണ് ഇവിടെ നമ്മൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്നൊരു മെസ്സേജ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാതെ
ഫുള്ളായിട്ട് സ്റ്റക്കായി ഒരു തീരുമാനങ്ങളും മുന്നോട്ടേക്ക് എടുക്കാൻ പറ്റാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വന്നു തുടങ്ങുന്ന സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ റിവീലാവുന്ന ഒരു സമയം കൂടിയാണ് എന്നതാണ് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് പറയാൻ പറ്റുന്നത്. ഇവിടെ ചാരിയറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാം. കരിയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്ന സമയമാണ്. റിലേഷൻഷിപ്പിലും ആ ഒരു പേഴ്സണായിട്ടൊരു ആക്ഷൻ എടുക്കുന്നില്ല, കുറേ വർഷങ്ങളായി എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് റീഡിങ് അങ്ങനെ എടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒരു ആക്ഷനിലേക്ക് വരുന്നില്ല, അങ്ങനെ ഒരുപാട് റീഡിങ്സ് ഡെയിലി ചെയ്യാറുണ്ട്. സോ അങ്ങനെ ആ ഒരു പേഴ്സണായിട്ട് ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചാരിയറ്റ്, ഇത് നിങ്ങളുടെ റീഡിംഗ് ആണല്ലേ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെയോ കറൻറ്റ് ഫീലിങ്സോ ഒന്നും തന്നെയല്ല, നിങ്ങളുടെ റീഡിംഗ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തീരുമാനമെടുത്ത്, ഒരു വിൽ പവർ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് കുറേ നാളായിട്ട് ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളായിട്ട് തന്നെ മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നല്ലൊരു ഡിസിഷൻ തന്നെ എടുക്കാൻ സാധിക്കട്ടെ. റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അതിനും സാധിക്കട്ടെ. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു 4 ഓഫ് സോഡ് ബോട്ടം കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം, 4 വാളിൻ്റെ ഇടയിൽ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കിടക്കുന്നതായിട്ട് ഒരു ചിത്രമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതേ ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് എങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നില്ല കുറേ നാളായിട്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളും എടുക്കുന്നില്ല. ലൈഫ് എവിടെയോ സ്റ്റക്കായി പോയിരിക്കുന്നു. അവിടെ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. അത് 4 ആണ്. ആ ഒരു നമ്പർ 4 ഓഫ് സോഡ്സ് ആണ് ആ ഒരു കാർഡ് ബോട്ടം ഓഫ് ദി ഡെക്ക്. അതായത് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ്. ഓക്കെ, കുറച്ചൊരു റെസ്റ്റൊക്കെ എടുക്കേണ്ട സമയമാണ്. ഹെൽത്തൊക്കെ കുറച്ചും കൂടി നോക്കണം. റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഹെൽത്തൊക്കെ കുറച്ചും കൂടി നോക്കേണ്ട ഒരു സമയം തന്നെയാണ്. നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ. സോ ഈ ഒരു ഫസ്റ്റ് പൈൽ ഹെൽത്ത് നോക്കണം. നിങ്ങളായിട്ട് തന്നെ ഓവർ തിങ്ക് ചെയ്ത് വരുത്തുന്ന ഹെൽത്ത് ഇഷ്യൂസ് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. സോ അല്ലാതെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. സോ ഇവിടെ നിന്നും നിങ്ങൾ എഴുന്നേറ്റ് ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ് വരുന്നത്. ഓക്കെ, സോ അതൊരു സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. എന്തിലാണോ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണ്ടത്, ക്യാഷ് വൈസ് അല്ലെങ്കിൽ ഒരു ജോബ്, ഫാമിലിയിലൊരു സ്റ്റെബിലിറ്റിയും സന്തോഷവും സമാധാനവും, ഓക്കെ, സോ എന്താണോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു കല്യാണമായിരിക്കാം, ഒരു കുട്ടി വേണം എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീടോ വാഹനമോ വസ്തുവോ എന്ത് തന്നെ ആയാലും അതിലേക്ക് നിങ്ങൾ എത്തപ്പെടാൻ പോകുന്നു. നിങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും, ഞാൻ പറഞ്ഞില്ലേ, ഒരു തുടക്കമാണ്. എല്ലാം ഡിസംബറിൽ സംഭവിക്കുന്നു എന്നല്ല. ഒരുപാട് നെഗറ്റീവ് എനർജി ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. ഓക്കെ, സോ അതെല്ലാം മാറുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഡിസംബർ മാസം മുതൽ. ഈ നവംബർ വരെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം കഴിഞ്ഞു, പാസ്റ്റാണ്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറക്കുക. ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോകുന്നത്. 2025 വരുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കട്ടെ. സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. മേ ബി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ അല്ലെങ്കിൽ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു മാരേജിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കല്യാണമൊക്കെ നടക്കാനുള്ളൊരു ചാൻസും ഉണ്ട്. ഡിസംബറിൽ എന്ന് കാണിക്കുന്നില്ല, എന്നാലും അത് ഒരു ഫ്യൂച്ചർ സ്പോസ്, മേ ബി ഒരു പ്രപ്പോസലൊക്കെ വരാനുള്ളൊരു ചാൻസ് ഈ ഒരു ഡിസംബർ മാസത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ പല കാര്യത്തിൻ്റെയും ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നു. പല വാർത്തകളും അറിയാൻ സാധിക്കും. മേ ബി ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടോ, എക്സാമിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നതിനെ പറ്റിയിട്ടോ, എക്സാം ഡേറ്റോ, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു ജോലി കിട്ടുന്നതിൻ്റെ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾ അറിയുന്നതായിട്ടോ, നല്ലൊരു പ്രപ്പോസൽ വന്ന് അതൊരു കല്യാണത്തിലേക്കൊക്കെ പോകാൻ എല്ലാം ഫിക്സ് ചെയ്യുന്നതായിട്ടും, റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടും. സോ അങ്ങനെ നിങ്ങൾ ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാര്യം അറിയും എന്നതും ഇവിടെ കാണാൻ പറ്റുന്നു. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇവിടെ നിങ്ങളായിട്ട് തന്നെ ഓരോ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ഞാൻ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു മാസം തന്നെ ആവട്ടെ. ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിലെ. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ മാനിഫേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. ഇത് മജീഷ്യൻ കാർഡാണ്. ഓക്കെ, സോ ടാരോ റീഡിംഗ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം, എല്ലാ രീതിയിലും നല്ലൊരു ജോബോ ഹെൽത്തോ എന്താണോ
അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാൻ സാധിക്കും. യൂണിവേഴ്സ് സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു മെസ്സേജാണ് ഈ ഒരു മജീഷ്യൻ കാർഡിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, സോ നല്ലൊരു റീഡിംഗ് തന്നെയായിരുന്നു. ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു നെഗറ്റീവ് എനർജി എല്ലാം തന്നെ മാറി കിട്ടട്ടെ. ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. എംബ്രർ കിട്ടിയിട്ടുണ്ട്, സൺ കാർഡ്, അതേപോലെ തന്നെ 2 ഓഫ് സോഡ്, ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്, ലവേഴ്സ് കാർഡ്, 7 ഓഫ് കപ്സ്, വേൾഡ് കാർഡ്, ജസ്റ്റിസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചകളിലെല്ലാം തന്നെ ഒരു സ്റ്റക്നെസ്, കുറച്ചധികം സ്റ്റക്നെസ് എന്ന് തന്നെ പറയാൻ പറ്റും, ടു ബി ഫ്രാങ്ക്. ഓക്കെ, പക്ഷേ അവസാനത്തോടു കൂടിയായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയായി വരുന്നതും ആ ഒരു നെഗറ്റീവ് എനർജി എല്ലാം മാറി കിട്ടുന്നതും. ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ടവർ പൊസിഷൻ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ നാളായിട്ട് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ 2 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. പല കാര്യത്തിൻ്റെയും ഒരു തീരുമാനം, ഒരു ഫൈനൽ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. സോ ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ജോലിയിലാവട്ടെ ഒരുപാട് അവസരങ്ങൾ തേടുന്ന ഒരു അവസ്ഥയിലാണ്. മേ ബി ജോബ് ഉണ്ടായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു അവസ്ഥയോടെ കാണാൻ പറ്റുന്നുണ്ട്. ഡിസംബർ മാസം തുടക്കത്തിലെല്ലാം തന്നെ കുറച്ചധികം ഒരു സ്റ്റക്നെസ്സും കാര്യങ്ങളും മെൻ്റലി ഡൗൺ ആവുന്ന ഒരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വിസയ്ക്കോ കാര്യത്തിനൊരു ട്രാവലിന് വേണ്ടിയിട്ടും ഡിസംബർ ആദ്യമൊക്കെ ഒരു സ്റ്റക്നെസ് ആണ് കാണിക്കുന്നത്. പക്ഷേ ലാസ്റ്റോട് കൂടിയിട്ട് അത് മാറി കിട്ടുമെന്നതാണ്. അതായത് ഈ ഒരു സെക്കൻഡ് പൈൽ ഡിസംബർ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജി ഇവിടെ കാണാൻ പറ്റുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ എംബ്രറാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളുമൊക്കെ വന്ന് ചേരുന്നുണ്ട്. ഒരു ഫൈനൽ ഡിസിഷനിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും. നമ്പർ 4 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ 444444 എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഡിസംബർ. പുതിയ വർഷം തുടങ്ങാൻ പോവുകയാണ്, 2025 തുടങ്ങാൻ പോവുകയാണ്. അതിനു മുൻപായി നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു വർഷം അവസാനിക്കും മുൻപ് തന്നെ നിങ്ങൾ പല തീരുമാനങ്ങളിലേക്കും എത്തിച്ചേരുമെന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്നിനെയും പേടിക്കാതിരിക്കുക. അതേപോലെ തന്നെ പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുറച്ചൊരു നെഗറ്റീവ് എനർജി, ഒരു സ്റ്റക്നെസ് ഒക്കെ ഉണ്ടെങ്കിലും അത് അവസാനത്തോടു കൂടി മാറിക്കിട്ടുന്നുണ്ട്. മാസാവസാനത്തോടു കൂടി അത് മാറിക്കിട്ടുന്നുണ്ട്. പോസിറ്റീവ് ചേഞ്ച് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. ആ ഒരു സ്റ്റക്നെസ് ഒക്കെ മാറിക്കിട്ടും. നെഗറ്റിവിറ്റി മാറിക്കിട്ടും എന്നതാണ് കാണിക്കുന്നത്. ആൻഡ് 2 ഓഫ് സോഡ്സും ടവർ കാർഡും കിട്ടിയിട്ടുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കാം. മേ ബി ഫാമിലി ഇഷ്യൂസോ ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടും, ഒരു പേഴ്സണെ അല്ലെങ്കിൽ ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. മെൻ്റലി ഡൗൺ ആയിട്ടുണ്ടായിരിക്കാം. ഒരു ഡിപ്രഷൻ, ആൻസൈറ്റിയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. 2 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് വിത്ത് ടവർ കാർഡാണ്. സോ തീർച്ചയായിട്ടും കൺഫ്യൂഷൻസ് ഒരുപാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലവേഴ്സ് കാർഡും കിട്ടിയിട്ടുണ്ട്. ആൻഡ് 7 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്നാൽ ചിലരുടെ കേസിൽ ചിലരൊക്കെ ഓൾറെഡി മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഒരു ടവർ പൊസിഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനാണൊരു മാറ്റം വരുന്നത്. എവിടെയോ പല ഇഷ്യൂസാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നടന്ന് മെൻ്റലിയും അതേപോലെ തന്നെ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതൊരു സ്റ്റക്നെസ് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയെടുക്കുന്ന സമയമാണ്. മുന്നോട്ടേക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നു ചേരും.
അതിൽ നല്ലതും ഉണ്ടാകും, നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ അത് ചൂസ് ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. 7 മാസം വരെയും നിങ്ങൾ പല തീരുമാനങ്ങളിലൂടെയും അല്ലെങ്കിൽ ലൈഫിലെ മുന്നോട്ടേക്ക് പോകുന്ന ഓരോ വർഷവും ലൈഫിലെ ഏറ്റവും നിർണായകമായ ഒരു 7 മാസമാണ് വരുന്നത്. ഡിസംബർ മാസത്തെ റീഡിംഗ് ആണെങ്കിലും സോ ഈ ഒരു 7 മാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമായിരിക്കും ലൈഫ് ലോങ് അതിൻ്റെ ഒരു റിസൾട്ട് തരാൻ പോകുന്നതും. സന്തോഷവും വിഷമങ്ങളും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന മാസങ്ങളാണ്. ഓക്കെ, എന്തിലേക്ക് ചൂസ് ചെയ്യണം, എന്ത് വേണം, കല്യാണമായിരിക്കാം, ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കാം, ജോലിപരമായ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. സോ ഈ ഒരു 7 മാസത്തിൽ, ഡിസംബറിൽ തുടങ്ങി 7 മാസത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരു റിസൾട്ട് തരാൻ പോകുന്നത്, അല്ലെങ്കിൽ നല്ലതാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നത്. സോ അത് നല്ല കാര്യങ്ങൾ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ലതുമുണ്ട് നല്ലതല്ലാത്തതുമുണ്ട്. ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുകയാണ്, ഒരു ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്ത് പോകുന്ന സ്ഥലവും അല്ലെങ്കിൽ ആ ഒരു ജോലിയും ഒക്കെ നല്ലതാകാനും ചാൻസ് ഉണ്ട്, നല്ലതാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. സോ നല്ലൊരു ഓഫർ ചൂസ് ചെയ്യാനും നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനും, ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു കോളേജ് അല്ലെങ്കിൽ അടുത്തൊരു അഡ്മിഷൻ കാര്യങ്ങൾ നല്ലൊരു സ്ഥലത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം, ഒരു പ്രപ്പോസലൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു 7 മാസം. ആ ഒരു ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും ലൈഫ്, വേറൊരു ഫാമിലിയും കൂടിയാണ് വരുന്നത് അല്ലേ. ആ ഒരു പേഴ്സൺ മാത്രമല്ല, ഒരു ഫാമിലി മൊത്തത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സോ അതൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു 50-50യിലാണ് നിൽക്കുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നല്ലത് തന്നെ തീരുമാനിക്കാനും സാധിക്കട്ടെ. സോ അതാണ് ഈ ഒരു സെക്കൻഡ് പൈലിൽ എടുത്ത് കാണിക്കുന്നത്. ഡിസംബറിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. മേ ബി ഡിസംബറിൽ ചില വ്യക്തികൾക്ക് കല്യാണമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലിപരമായൊക്കെ ഓഫേഴ്സൊക്കെ വന്നു തുടങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ നല്ല ഒരു ഓഫർ തന്നെ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ നല്ലൊരു പ്രപ്പോസൽ തന്നെ ചൂസ് ചെയ്യാനൊക്കെ സാധിക്കട്ടെ. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഇവിടെ പോസിബിളാണ്, പക്ഷേ ഫസ്റ്റ് ഒരു സ്റ്റക്നെസ് ഉണ്ട്. ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ടായിരിക്കും വിസയോ കാര്യങ്ങളോ അതിൻ്റെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഓക്കെ, ഒരു ജസ്റ്റിസ് കിട്ടും. കുറേ വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ നീണ്ടു നിൽക്കുന്ന കേസുകളുണ്ടെങ്കിൽ സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ഇവിടെ കാണിക്കുന്നുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും നല്ലതാണ്. റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഒരു ജസ്റ്റിസ് കിട്ടും എന്നതും കാണിക്കുന്നു. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് പെൻഡിക്കിൾ ആണ്. ഈ ഒരു 2 ഓഫ് സോഡ്, അതേപോലെ തന്നെ ടവർ കാർഡിൽ നിന്നെല്ലാം തന്നെ ലാസ്റ്റ് ഫൈനൽ നമ്മൾക്ക് കിട്ടിയത് എന്താണ്? 10 ഓഫ് പെൻഡിക്കിൾ ആണ്. ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സ്റ്റെബിലിറ്റിയിലേക്കും എത്തിച്ചേരാൻ പറ്റുമെന്നതാണ് കാണിക്കുന്നത്. 10 ആണ്. ഓക്കെ, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? നല്ലൊരു ഫ്യൂച്ചർ സ്പൗസിനെയോ അല്ലെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ നല്ലൊരു ജോലി, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്. ട്രാവൽ ചെയ്യാൻ പറ്റും, വിത്ത് ഫാമിലി ആയിരിക്കാം. സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഡിസംബർ മാസത്തിൽ 777 അല്ലെങ്കിൽ 7777 ഏഞ്ചൽ നമ്പേഴ്സും കാണും. അത് കൂടുതലായിട്ടും ഈ ഒരു സെക്കൻഡ് പൈലിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, 1111 111 10 10 ഈ ഒരു പാറ്റേൺ, അത് ഈ ഒരു പാറ്റേൺസൊക്കെ നിങ്ങൾ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ പുതിയ പുതിയ അവസരങ്ങൾ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന നമ്പർ കൂടിയാണ് 7777 അല്ലെങ്കിൽ 777 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ. ഒരു ലക്കിനെയും കൂടി സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു ബേബിയൊക്കെ ഫാമിലിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ബേബി ഷവർ, എൻഗേജ്മെൻറ്റ്, മാരേജ്, നല്ലൊരു ജോലി, ട്രാവൽ, ഇതിൻ്റെ എല്ലാം സ്റ്റക്നെസ്സും ആ ഒരു ടൈം കഴിയുന്നതും എല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പിലൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ളൊരു ചാൻസും അത് കാരണം പല സ്റ്റക്നെസ്സും ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നു. ഒരു നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, ഒന്നിലധികം അവസരങ്ങളോ വേറൊരു പേഴ്സൺ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതായിട്ടോ വേറൊരു ലേഡി ഫിഗറാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് എന്നും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ
നിങ്ങൾക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ. 2024 ഡിസംബർ തുടങ്ങി അങ്ങോട്ടേക്ക് ഉള്ള എല്ലാ മാസങ്ങളും നിങ്ങൾക്ക് നല്ലതായി തന്നെ ഇരിക്കട്ടെ. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്കാണ് അറിയാവുന്നത് അല്ലേ. സോ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.